ദേ ഈ വരുന്ന കർണാടകയുടെ KSRTC ആണ് നമുക്ക് ഈ സഫാരി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താനുള്ള ഏക പിടിവള്ളി. കാരണം നാഗർഹോള ടൈഗർ റിസർവിലെ 3 ഗേറ്റുകളും വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം പെർമിഷൻ ഉള്ള ഒരേ ഒരു KSRTCയും ഇതാണ്. കാടിനുള്ളിലേക്ക് നോക്കി ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം പുള്ളിമാനുകളായിരുന്നു കേട്ടോ നമുക്ക് ആദ്യത്തെ ദർശനം. പിന്നീട് അങ്ങ് ദൂരെ ബാക്ക് വാട്ടറിൽ മേഞ്ഞടക്കുന്ന ഒരൊറ്റ കൊമ്പനെയും കാണാൻ പറ്റി. കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർക്ക് മറ്റൊരിടത്ത് ടൈഗർ സൈറ്റിങ്സ് ഉണ്ട് എന്നുള്ള ഒരു കോൾ വന്നത്. ഉടൻ തന്നെ വണ്ടി അങ്ങോട്ട് തിരിച്ചു. നമ്മൾ എത്തുന്ന സമയത്ത് ടൈഗർ കാട് കയറുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ദിവസത്തെ സഫാരി മാത്രം ചെയ്തിട്ട് അതിൽ ടൈഗർ സൈറ്റിങ്സും ഒരുപാട് ആനകളും ഒക്കെ കിട്ടി എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആനകളും ടൈഗറും നമ്മുടെ ചുട്ടിപ്പരുന്തും മാനുകളും ഒരുപാട് മറ്റു ജീവികളൊക്കെ ആയിട്ടുള്ള ഈ ഒരു യാത്ര അതിഗംഭീരം തന്നെയായിരുന്നു കേട്ടോ. 6 മണിയോടുകൂടി നമ്മുടെ സഫാരി കഴിഞ്ഞു. നമ്മൾ തിരിച്ച് സഫാരി സെന്ററിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ റോഡിലേക്ക് കയറിയിരുന്നു. 6:10 ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ ഉള്ള വണ്ടി നമ്മുടെ സഫാരി സെന്ററിന് മുന്നിലെത്തും. ആ ഒരു ബസ്സിൽ കയറി വീണ്ടും നാഗർഹോള ടൈഗർ റിസർവ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നാട്ടിലെത്താൻ. നിങ്ങൾ കബനി വൈൽഡ് ലൈഫ് സഫാരിയിൽ കണ്ടതിലേറെ നല്ല കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു ബസ് യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുക. ആ ഒരു ബസ് കൽപ്പറ്റ വരെ ഉള്ളത് കൊണ്ട് നമ്മൾ അന്തർസന്ധ്യ ടു കൽപ്പറ്റ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 126 രൂപയാണ് ബസ് ഫെയർ വരുന്നത്. ബാവലിയും കഴിഞ്ഞ് വണ്ടി കേരളത്തിലെത്തിയിട്ടുണ്ട്. കൽപ്പറ്റയിൽ നിന്നും തിരിച്ച് നമുക്ക് മുക്കത്തേക്കുള്ള വണ്ടി കയറണം. കൽപ്പറ്റ ടു മുക്കം ബസ് ഫെയർ വരുന്നത് 86 രൂപയാണ്. ഇതുവരെ നമുക്ക് ഈ യാത്രയിൽ ചിലവായിട്ടുള്ളത് വെറും 1028 രൂപയാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ ചാർജ് കൂട്ടി 1200 രൂപയിൽ നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റിയിട്ടോ. എന്തായാലും കബനി സഫാരിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വ്യത്യസ്തമാർന്നിട്ടൊരു കാഴ്ചയുണ്ട്. അത് ഞാൻ അടുത്ത റീലായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്.